മഞ്ഞണിപ്പൂനിലാവ് മാഞ്ഞു. എസ് ജാനകി, നമ്മുടെ ജാനകി അമ്മ വിട വാങ്ങുകയാണ്. 2016 കോഴിക്കോട്ട് എസ് ജാനകി അവസാനമായി എത്തിയത്. അന്ന് ഒരു മുഴുനീള ഓർക്കസ്ട്രയിൽ പാടുകയും ചെയ്തു. ഒരുപക്ഷെ കേരളത്തിലെ അവസാനത്തെ പരിപാടി കൂടിയായിരുന്നു അത് എന്നുള്ളതാണ്. അന്ന് ജാനകി അമ്മയ്ക്കൊപ്പം പാടിയ സുനിൽകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം അന്ന് വേദിയിൽ പാടിയ ആ പാട്ട് അകലെ അകലെ നീലാകാശം നമുക്കൊന്നുകൂടി കേൾക്കാം. അകലെ അകലെ നീലാകാശം, അകലെ അകലെ നീലാകാശം, അലതല്ലും മേഘതീർത്ഥം, അരികിലെൻ്റെ ഹൃദയാകാശം, അലതല്ലും മേഘതീർത്ഥം. അകലെ അകലെ നീലാകാശം. ജാനകി അമ്മയുടെ വിടവാങ്ങലിലെ വിരഹവേദനയിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. 2016 ഇവിടെ എത്തിയപ്പോൾ ഇതേ വീട്ടിൽ സുനിൽകുമാറിൻ്റെ ഒപ്പം ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു. അന്ന് പാടിയ പാട്ടാണ്. എങ്ങനെയാണ് ജാനകി അമ്മയുമായുള്ള ബന്ധം? 96 അമ്മയെ പരിചയപ്പെടുന്നുണ്ട്. അമ്പിളിച്ചേച്ചി ത്രൂവാണ്. തേടുവീരം കണ്ണുകളൊക്കെ പാടിയ അമ്പിളിച്ചേച്ചി ത്രൂവാണ് പരിചയപ്പെടുന്നത്. 98 ആകുമ്പോഴത്തേക്ക് തന്നെ ഒരു നല്ല ബോണ്ടിങ് ആയിരുന്നു. അങ്ങനെ 98 ആദ്യമായിട്ട് സ്നേഹസമ്മാനം എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ ഭക്തിഗാനത്തിന് വേണ്ടിയിട്ട് പാടുകയാണ്. അത് ME സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. അപ്പം അതിൽ ഒത്തിരി ഗായകർ പാടിയിട്ടുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് പ്രേംകുമാർ ഈ സംഗീത നിർദ്ദേശം ചെയ്ത കോഴിക്കോട്ടുകാരനാണ്. ആ ഒരു പാട്ടാണ് അന്ന് ആദ്യമായിട്ട് ME സ്റ്റുഡിയോ എന്ന് പാടുന്നത്. പിന്നീട് ഒരു പാട്ട് ഭരണി സ്റ്റുഡിയോന്ന് 2006 മോചനം എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടി പാടി. പക്ഷേ സിനിമ പുറത്തു വന്നില്ല. അതും പുത്തഞ്ചേരി തന്നെ എഴുതിയിരുന്നത്. കണ്ണൂർ രാമാഷായിരുന്നു ചിട്ടപ്പെടുത്തിയിരുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ചെന്നൈയിലൊക്കെ പോകുമ്പം അമ്മയെ കാണാൻ പോകും. അമ്മയ്ക്ക് ചിപ്സ് വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഹലുവ മകനും മുരളിയേട്ടനും വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനിവിടുന്ന് പോകുമ്പം അധികം ആർട്ടിസ്റ്റ് കൊണ്ടുപോകുന്നതാണ്. ചിപ്സ് ഹലുവയായിട്ടാണ് പോവുക. ഞാനും അമ്പിളിച്ചേച്ചിയാണ് പോവുക. പോയി കുറേ നേരം സ്പെൻഡ് ചെയ്യും. 2-3 മണിക്കൂറൊക്കെ കഥയൊക്കെ പറഞ്ഞ് ഭയങ്കര ഫ്രീ ആണ് അമ്മ. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാത്ത ഒരു ആർട്ടിസ്റ്റ് നമുക്ക് പറയാം. കാരണം ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ അഹന്തയൊന്നും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത്, അതായത് ഒരു ബ്രദർലി അഫെക്ഷൻ, തമ്പീന്നാ വിളിക്കാം. അപ്പം അങ്ങനെ നമുക്ക് വലിയൊരു സെലിബ്രിറ്റികളെ കാണാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം എന്നെപ്പോലത്തെ ഒരു എളിയ കലാകാരനോട് ആ ഒരു സമീപനം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈവൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോലും ദാസേട്ടനും SPBയെ പോലത്തെ ലെജൻഡറി സിംഗേഴ്സിനോടൊപ്പം പാടിയ അമ്മ, ഞാനൊരു പുതുമുഖ ഗായകനായിട്ട് പോലും ആ ഒരു സമീപനം വലിയൊരു ഗായകൻ്റെ അടുത്ത് ഉള്ള പോലെയാണ്. കാരണം നമ്മളെ കറക്ഷൻ ചെയ്യാനോ ഒന്നുമില്ല. ബാബുരാജിൻ്റെ നാട്ടിലേക്ക് വരികയാണല്ലോ അമ്മ ആ ഘട്ടത്തിൽ. അപ്പോൾ ഈ കോഴിക്കോട്ടുകാരോട് അത് അമ്മയുടെ എങ്ങനെയായിരുന്നു അവരുടെ ഒരു ഇടപെടൽ? ബാബുക്കേനെ നാച്ചുറലി ഭയങ്കര ഇഷ്ടമായിരുന്നു. ബാബുക്കേൻ്റെ ഹിന്ദുസ്ഥാനി ടൈപ്പ് സോഫ്റ്റ് പാട്ടാന്ന് പറയും. കാരണം ഹൃദയത്തിലേക്ക് പെട്ടെന്ന് തറച്ചു കയറുന്ന ഒരു സംഗീതമാണ് ബാബുക്കേൻ്റെ എന്ന് പറയുന്നത്. ബാബുക്കേൻ്റെ അത്രയും പാട്ടുകൾ അമ്മ പാടിയിട്ടുണ്ട്. എല്ലാ പാട്ടുകളും ഹിറ്റാണ്. കാരണം ഒരു പാട്ട് പോലും മാറ്റി വെക്കാനില്ല. ഇപ്പം അമ്മയ്ക്കുള്ളൊരു പ്രത്യേകത, നിരവധി ഗായകർ പാടിയിട്ടുണ്ടെങ്കിൽ എല്ലാ പാട്ടുകളും ചിലപ്പം ഹിറ്റ് ലിസ്റ്റിൽ വരണമെന്നില്ല. അമ്മയുടെ എല്ലാ പാട്ടും ഇപ്പം കൊക്കാമണ്ടി കോനാനസി എന്ന് പാടിയ കോമഡി സോങ് പോലും ഹിറ്റാണ്. അപ്പം ബാബുക്കയുടെ പാട്ടുകളെല്ലാം നമുക്കറിയാം. തളിരിട്ട കിനാക്കൾ, സൂര്യകാന്തി, അവിടുന്ന് ഗാനം കേൾക്കാൻ, താനേ തിരിഞ്ഞും പറഞ്ഞും,
അകലെ, ഇക്കരാണ്ട് താമസം, എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റാണ്, ഒന്നും പറയാനില്ല. ഈ പുതുമുഖ ഗായകനായ അന്ന് താങ്കൾ പുതുമുഖ ഗായകനല്ല, സാധാരണ നമ്മൾ അവരുടെ പരിപാടികളൊക്കെ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ കംഫർട്ട് സോണിൽ നിർത്തുന്ന ഒരു പ്രതീതി, അത്തരൊരു രീതിയാണ് അവർ അവലംബിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം ഗുണകരമായിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഒരു പ്രചോദനമായിരുന്നു. കാരണം ഒരു പുതിയ എൻട്രി വരുന്ന ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ കാണുന്നത് ഒരു വേറിട്ട രീതിയിലാണ് ഇവരുടെയൊക്കെ അപ്രോച്ച് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുപോലെ ഇടപെട്ട സമയത്ത് ഇത്രയും ഡൗൺ ടു എർത്തായിട്ട് നമ്മൾ ഹൃദയത്തിൽ സ്പർശിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റം, കാരണം ചേർത്ത് പിടിച്ചിട്ട്, എൻ്റെ ഡി പി പോലും അതാണ്. കാരണം വളരെ വൈകാരികമായി തന്നെയാണ്, അത്രയേറെ അടുപ്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതാണ്. ഇവിടുന്ന് കോഴിക്കോട് നിന്ന് ചെന്നൈയിലൊക്കെ പോകുമ്പോൾ ഇദ്ദേഹം ഇവിടുന്ന് വറുത്തകായും അതോടൊപ്പം തന്നെ കോഴിക്കോട് ഹലുവയൊക്കെ ആയിട്ടാണ് കൊണ്ടുപോകുക. ഇവിടെ വീട്ടിൽ ഒരു ദിവസം തങ്ങിയിട്ടുണ്ട് അവർ. അപ്പോൾ അവർക്ക് ഭക്ഷണ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? ഭക്ഷണ കാര്യത്തിൽ ഒരു പ്രത്യേകതയില്ല എന്നുള്ളത്. കാരണം ഒരു ചപ്പാത്തിയോ ഒരു വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ കഞ്ഞിയോ ഓട്സോ അങ്ങനത്തെ എന്ത് ഭക്ഷണമായാലും അതിനോട് താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിലുള്ള ഒരു ആർട്ടിസ്റ്റ് അന്നേരെ കണ്ടിട്ടില്ല. കാരണം ഒരു പ്രത്യേക ഡിമാൻഡ്സ് ഇല്ല. അപ്പം നമുക്ക് സാധാരണ രീതിയിൽ ഒരു സെലിബ്രിറ്റി വീട്ടിൽ വരുമ്പം ചെറിയൊരു ഭയം ഉണ്ടാവുമല്ലോ. കാരണം നമുക്ക് വൈഫിനെ ഉൾക്കൊള്ളാൻ പറ്റുമോ, അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ ഉള്ള ഒരു രീതിയും വെച്ച് മൂവ് ചെയ്യാത്തൊരു ആർട്ടിസ്റ്റായിരുന്നു. കാരണം ഒരു ഡിമാൻഡ്സും ഇല്ല. നമുക്ക് വളരെ കംഫർട്ട് സോണിൽ നമുക്ക് ഇവരെ കൊണ്ടുപോകാന്നുള്ളതാണ്. 2016 അവസാനത്തെ ഓർക്കസ്ട്ര കോഴിക്കോട്ടാണ്. അതിനുശേഷം അധികം വൈകാതെ തന്നെ അവർ പാട്ട് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം പാടാത്ത ജാനകി അമ്മയെ എങ്ങനെയാണ് ഓർക്കുന്നത്? നമ്മൾ പാടുന്നില്ല എന്നുള്ളൂ, പക്ഷേ ദിവസം അമ്മയുടെ പാട്ട് കേൾക്കുന്നു, നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കുന്നു, പിന്നെ ഫോൺ ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ 2-3 ലൈന് നമുക്ക് മൂളി തരുന്നു. കാരണം വളരെ സിമ്പിളാണ്. ഇങ്ങനെ പാടാനൊക്കെ തുടങ്ങിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയിനായിട്ട് ഇങ്ങനെ പാടും. നമ്മൾ ഇരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ. അപ്പം നമുക്ക് ഒരു അകൽച്ച തോന്നില്ല. കാരണം ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു വലിയൊരു സെലിബ്രിറ്റിയുടെ മുന്നിൽ നമ്മളിരുന്നിട്ട് സംവേദനം നടത്തുന്നുള്ളൊരു ഫീലിംഗ് നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അമ്മയുടെ പാട്ടുകളല്ലേ എല്ലാ ചാനലിലും എല്ലാ കുട്ടികളും പാടിക്കൊണ്ടിരിക്കുന്ന കോമ്പറ്റീഷന് അമ്മയുടെ പാട്ടില്ലാത്തൊരു കോമ്പറ്റീഷനില്ല. അമ്മയുടെ ഓർമ്മിക്കാത്ത ഒരു മലയാളിയും അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റും ഉണ്ടാവില്ല എന്ന് പറയാം നമുക്ക്. സുനിൽകുമാറിൻ്റെ കുടുംബത്തിനൊപ്പം എടുത്ത ഫോട്ടോ ആണ്, അന്ന് ഇവിടെ വീട്ടിൽ വന്നപ്പോഴുള്ള ഫോട്ടോ ആണ് ഈ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കുട്ടികളുമൊക്കെയാണ് ആ ഫോട്ടോയിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ വേദിയിൽ പാടിയ ചിത്രങ്ങളടക്കം ഇവിടെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഏതായാലും മലയാളികളെ സംബന്ധിച്ച് ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. എസ് ജാനകി എന്ന് പറയുന്നത് അവർക്ക് എന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ശബ്ദമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഇനിയും തുടരും. പക്ഷേ അവർ നമുക്കൊപ്പമില്ല. അതിൻ്റെ ഒരു വൈകാരിക പ്രകടനമൊക്കെ നമുക്ക് കാണുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒട്ടനവധി ഗായികമാർ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സുനിൽകുമാർ പറയുകയും ചെയ്തത്. ഏതായാലും ജാനകി അമ്മയ്ക്ക് വിട നൽകുകയാണ് നാടും നഗരവും കലാകാരന്മാരും എല്ലാം. പക്ഷേ അപ്പോഴും ജാനകി അമ്മ അവർ ബാക്കി വെച്ച പാട്ടുകൾ ഇവിടെ ഉണ്ടാവും എന്നും തീർച്ചയാണ്. കെ വി മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.